പക്ഷേ മഹതിയായ ജാബിർ തങ്ങളുടെ ഭാര്യയുടെ ചിന്ത എന്താണെന്നറിയുമോ? അവിടുന്ന് ഭാര്യ ചിന്തിക്കുകയോ, അല്ലാ, എന്റെ 2 മക്കളാണല്ലോ മരണപ്പെട്ടു പോയിരിക്കുന്നതോ, ആ മക്കളുടെ മരണസമയത്തോ ഞാനെങ്ങനെ ആ വീട്ടിലൊരു സൽക്കാരം നടത്തുക? ആ മക്കള് മരിച്ചു കൊടുക്കുമ്പോ ഞാനെങ്ങനെ സൽക്കാരം നടത്താനാ? ഒരു ഭാഗത്ത് മക്കളുടെ മരണമാ, മറുഭാഗത്തോ കാലങ്ങളായി മനസ്സിന്റെ ഉള്ളിൽ താലോലിക്കുന്ന ആഗ്രഹമാണല്ലോ ഹബീബായ തങ്ങൾക്ക് വീട്ടിൽ നിന്നൊരു ഭക്ഷണം കൊടുക്കണമെന്നോ അതിനുള്ളൊരു അവസരം കിട്ടിയതാണല്ലോ. ഞാനെന്തു ചെയ്യണം? എന്റെ മക്കളുടെ മരണവാർത്ത റസൂലുള്ളാഹിനോട് പറയണോ? അല്ല, ഞാൻ തൽക്കാലം ആ വിവരമങ്ങ് മൂടി വെക്കണോ? ജാബിർ തങ്ങളുടെ ഭാര്യ ചിന്തിക്കുന്ന ചിന്തയാണ് ഉമ്മമാരെ. ആ ഉമ്മാന്റെ മനസ്സിൽ എങ്ങനത്തെ ചിന്തയാ വരുന്നതോ അവിടുന്നതാ ജാബിർ തങ്ങളുടെ ഭാര്യ അവസാനമായി അങ്ങ് തീരുമാനിക്കുകയാ, എനിക്ക് 2 മക്കളെ നൽകിയത് അല്ലാഹു ആണല്ലോ, അല്ലാഹ് അവരങ്ങ് തിരിച്ചു വിളിച്ചല്ലോ, ഇനിയും എനിക്ക് മക്കളെ തരാൻ അല്ലാഹ്ക്ക് കഴിവുണ്ടല്ലോ. പക്ഷേ ഞാനേറെ കാലമായി ആഗ്രഹിക്കുന്നു റസൂലുള്ളാഹിക്കൊരു ഭക്ഷണം കൊടുക്കാൻ. എന്റെ മക്കളെക്കാളും എനിക്ക് വലുതോ ഹബീബിന്റെ സൽക്കാരമാ, ഹബീബിന് ഭക്ഷണം കൊടുക്കല. ജാബിർ തങ്ങളുടെ ഭാര്യതാ ആ 2 മക്കളുടെയും മയ്യത്തെടുത്തിട്ട് വീട്ടിന്റെ ഒരു റൂമിലേക്ക് ചെന്നൊരു മൂലയിലങ്ങ് കൊണ്ട് കിടത്തുകയാണോ, ഒരു തുണിയെടുത്തങ്ങ് മൂടിക്കളയുന്നു. വിവരമാരോടും പറയുന്നില്ല. റസൂലുള്ളാഹിനെ സൽക്കരിക്കാനുള്ള ഭക്ഷണം പാകം ചെയ്യുകയാ. നേരമായപ്പോ ഭർത്താവായ ജാബിർ തങ്ങളോ വല്ലാത്ത സന്തോഷത്തോട് റസൂലുള്ളാഹിനെയും കൂട്ടി വീട്ടിലേക്ക് അങ്ങ് വരികയാണോ. അവിടെ റസൂലുള്ളാഹിക്ക് ഭക്ഷണങ്ങൾ നിരത്തുന്നു. ആ ഭക്ഷണങ്ങളുടെ മുന്നിൽ റസൂലുള്ളാഹി തങ്ങളങ്ങിരിക്കുന്നു. അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ അങ്ങ് തുടങ്ങുമ്പോ നസലൽ അമീനു മലക്കു ജിബ്രീൽ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ തിരുസവിധത്തിലേക്ക് വരുന്നു. എന്നിട്ട് നബി തങ്ങളോട് പറയുകയാ, ഓ നബിയേ, അങ്ങ് ജാബിറിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ടില്ല. ജാബിറിന് 2 ചെറിയ മക്കളുണ്ട് നബിയേ, അവരെ കൂടെ ഒപ്പം ഇരുത്തണേ നബിയേ. റസൂലുള്ളാഹി തങ്ങൾക്ക് ജിബ്രീൽ അങ്ങ് വന്ന് സന്ദേശം പറഞ്ഞപ്പോ അവിടുന്ന് ജാബിർ തങ്ങളെ വിളിക്കുകയാണോ. പറയുന്നു, ജാബിറേ, നിങ്ങൾക്ക് 2 മക്കളില്ലയോ? ആ മക്കളെ കൂടെ ഒന്ന് വിളിക്കുമോ? മക്കളെല്ലാം ഒപ്പം ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കണോ? ഇതങ്ങ് കേട്ടൊപ്പം മക്കളുടെ മരണവാർത്ത അറിയാത്ത ജാബിർ തങ്ങളോ സന്തോഷത്തോടെ ഭാര്യയുടെ അടുക്കലേക്ക് അങ്ങ് ചെല്ലുന്നു. പറയുന്നു, മോളെ, ഇന്ന് വലിയ സൗഭാഗ്യത്തിന്റെ ദിവസമാ. റസൂലുള്ള നമ്മുടെ വീട്ടിലേക്ക് വന്നു. മാത്രമല്ല അവിടുന്ന് നമ്മുടെ മക്കളെ അന്വേഷിക്കുന്നു. റസൂലുള്ളാഹിന്റെ കൂടെ ഇരുത്തി ഭക്ഷണം കൊടുക്കാനാ അവിടുന്ന് നമ്മുടെ പിഞ്ചോപര മക്കളെ അന്വേഷിക്കുന്നത്. ആ മക്കളെ ഒന്ന് വിളിക്കൂ. ജാബിർ തങ്ങളുടെ ഭാര്യയോട് ഇതങ്ങ് പറഞ്ഞപ്പോ മഹദിയുടെ ഹൃദയമങ്ങ് പൊട്ടുകയാണ്, ഖൽബങ്ങ് പടച്ചു പോവുകയാണ്. ഏത് മക്കളെയാ റസൂലുള്ളാഹി അന്വേഷിക്കുന്നത്? മക്കളുടെ മയ്യത്ത് തൊട്ടടുത്ത റൂമിൽ കടത്തിയതാണല്ലോ. പക്ഷേ ജാബിർ തങ്ങളുടെ ഭാര്യ വിവരം പറയുന്നില്ല. റസൂലുള്ളാഹിന്റെ സൽക്കാരം മുടങ്ങിപ്പോവരുത്. അവിടുന്ന് ജാബിർ തങ്ങളോട് പറയുന്നു, അല്ലയോ ഭർത്താവ്, നമ്മുടെ
മക്കൾ ഇവിടെയില്ല, അവര് പോയിട്ടുണ്ട്. ജീവിതത്തിൽ നിന്ന് തന്നെ ആ മക്കള് പോയതോ, പക്ഷേ ജാബിർ തങ്ങൾ വീട്ടിൽ നിന്ന് പോയെന്നല്ലേ കരുതുന്നതോ? അവിടുന്ന് റസൂലുള്ളാഹിന്റെ സവിധത്തിലേക്ക് ചെല്ലുകയാണോ? പറയുന്നു, നബിയേ, എന്റെ 2 മക്കളും ഇവിടെയില്ല, അവര് പുറത്തുപോയി നബിയേ. അവിടുന്നതാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ജാബിർ തങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോ രണ്ടാമതും ജിബ്രീൽ വരികയാ. ജിബ്രീൽ പറയുന്നു, ഓ നബിയേ, ജാബിറിന്റെ 2 മക്കളെ കൂട്ടാതെ അങ്ങിവിടുന്ന് ഭക്ഷണം കഴിക്കണ്ട. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി തങ്ങളതാ ജാബിർ തങ്ങളോട് പറയുന്നു, ജാബിറേ, നിങ്ങളെ മക്കൾ എവിടെയായിരുന്നാലും അവരെ വിളിച്ചു കൊണ്ടുവരണം. അവരില്ലാതെ ഭക്ഷണം കഴിക്കൂല. കാലങ്ങളായി മനസ്സിന്റെ ഉള്ളിൽ താലോലിച്ചു നിൽക്കുന്ന സ്വപ്നമാ ലോകത്തിലെ നേതാവിന് വീട്ടിൽ വെച്ചൊരു സൽക്കാരം നൽകണമെന്നതോ, അത് മക്കളിൽ എന്ന് കാരണം കൊണ്ട് മുടങ്ങിപ്പോകുകയാ. ജാബിർ തങ്ങൾ ഭാര്യയോട് ചെന്ന് പറയുന്നു, മോളെ, മക്കളില്ലാതെ റസൂലുള്ള ഭക്ഷണം കഴിക്കൂല എന്നാ പറയുന്നത്. ആ മക്കളെ ഒന്ന് വിളിക്കൂ മോളെ. അവിടുന്ന് ജാബിർ തങ്ങൾ ഇതങ്ങ് പറഞ്ഞപ്പോ നിയന്ത്രണം കിട്ടാതെ അവിടുത്തെ ഭാര്യ അങ്ങ് കരയുകയാണ്. അവിടുന്ന് ഭർത്താവായ ജാബിർ തങ്ങളോട് പറയുന്നു, അല്ലയോ ഭർത്താവ്, അങ്ങനോട് ക്ഷമിക്കണോ? നമുക്ക് അല്ലാഹ് തന്ന 2 മക്കളില്ലയോ? അങ്ങ് റസൂലുള്ളാഹിക്കുള്ള ആടിനെയും മറുത്ത് റസൂലുള്ളാഹിന്റെ സവിധത്തിലേക്ക് പോയപ്പോ 2 പേരും ഇവിടെ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു. അവരെ മയ്യത്തിതാ തൊട്ടടുത്ത റൂമിൽ ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. നമ്മളുടെ ആഗ്രഹം നടക്കില്ല. റസൂലുള്ളാഹിന്റെ ഭക്ഷണം ഇവിടെ വെച്ചോ സൽക്കാരം നടക്കില്ല എന്ന പേടി കൊണ്ട് മക്കളെ മരണ വാർത്ത ഞാൻ മറച്ചു വെച്ചത്. ഇതങ്ങ് പറയുമ്പോ ജാബിർ തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ അങ്ങ് ചെല്ലുന്നു. പറയുന്നു, നബിയേ, അങ്ങ് അന്വേഷിച്ച 2 മക്കളില്ലയോ? അവര് മരണപ്പെട്ടിരിക്കുന്നു. അവര് മരണപ്പെട്ടുപോയി. അവരുടെ മയ്യത്താണ് അറൂവിൽ കടത്തിയിരിക്കുന്നത്. റസൂലുള്ളാഹി ആ മക്കളുടെ അടുത്തേക്ക് ചെല്ലുകയാ. ജിബ്രീൽ വന്ന് റസൂലുള്ളാഹിനോട് പറയുന്നു, ഓ നബിയേ, ആ 2 മക്കളും വിളിച്ചാൽ വിളി കേൾക്കാത്ത ലോകത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അങ്ങ് ചെന്ന് അവരെ ഒന്ന് വിളിക്കുമോ നബിയേ? അങ്ങയുടെ സൽക്കാരം മുടങ്ങിപ്പോകുമല്ലോ എന്ന പേടിയിലാണല്ലോ ജാബിറിന്റെ ഭാര്യയെ വിവരം മറച്ചു വെച്ചതോ. നബിയേ, അങ്ങ് മക്കളെ ഒന്ന് വിളിക്കോ നബിയേ? റസൂലുള്ളാഹി തങ്ങൾ ആ മക്കളുടെ മയ്യത്തിന്റെ അടുക്കലേക്ക് ചെല്ലുകയാ. പുതപ്പിച്ച തുടിയെടുത്തങ്ങ് മാറ്റുന്നു. എന്നിട്ട് അവിടുന്ന് മക്കളെ തട്ടിയങ്ങ് വിളിക്കുന്നു. പറയുന്നു, ഖൂമാ ബിഇദ്നില്ലാഹ്. മക്കളെ, ലോകത്തിന്റെ നേതാവാദങ്ങളെ വിളിക്കുന്നത്. എഴുന്നേറ്റ് വരൂ മക്കളെ. സാധാരണക്കാരനല്ലല്ലോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദ് സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫാരിഖൈനി മിൻ റബിഅമിൽ അജമി ചൊല്ലി മൗലായ
الخلق كلهم അതേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അസാധാരണക്കാരിൽ അസാധാരണക്കാരനായ നേതാവ് മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശരി യാഖൂതു ഹജറുൻ ലാ കൽ ഹജരി അസാധാരണക്കാരനായ ഹബീബായ തങ്ങളോ ആ മക്കളെ അങ്ങ് വിളിക്കുമ്പോ മക്കളെ ചാടി അങ്ങ് എഴുന്നേൽക്കുന്നു. ലോകത്തിലെ നേതാവിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണോ? ഓ ഉമ്മമാരെ, സ്വന്തം മക്കള് മരണപ്പെട്ടാലും ശരി ഹബീബായ തങ്ങളുടെ സൽക്കാരം മുടങ്ങരുതെന്ന് ചിന്തിച്ച സ്വഹാബി വനിതകളല്ലേ നമുക്ക് മാതൃകകളാവേണ്ടതോ? അത് മക്കള് പോയാലും ഹബീബായ തങ്ങള് നഷ്ടപ്പെട്ടുകൂടാ എന്ന ചിന്തയുള്ള മുഅ്മിനീങ്ങളായി മാറണം കേട്ടോ. നമ്മളേത് പ്രവർത്തനം ചെയ്യുമ്പോയോ നമ്മുടെ ഇഷ്ടത്തെക്കാളും പരിഗണിക്കേണ്ടത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. സാന്ദർഭികമായി ഞാൻ എൻ്റെ ഉമ്മമാരോട് രക്ഷിതാക്കളോടൊന്നുണർത്തട്ടെ. അതേ, ഇന്ന് ചെറിയ മക്കളോ അവര് ഉപ്പമാരുടെ ഉമ്മമാരുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു, ഉമ്മ പെരുന്നാളല്ലയോ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ആഘോഷങ്ങളല്ലയോ നടക്കാൻ പോകുന്നത്, വീട്ടിലെ കല്യാണം വരാനില്ലേ, ഞാൻ എന്റെ മുടിയൊന്ന് വെട്ടിക്കട്ടെ. എങ്ങനെയാ മോനെ നീ വെട്ടിക്കുന്നതോ? ഇപ്പൊ ഫിലിം സ്റ്റാറുകൾ വെട്ടിക്കുന്നത് പോലെ, മോഡലായി നടക്കുന്നവര് വെട്ടിക്കുന്നത് പോലെ ക്രോപ്പ് ചെയ്ത് മുടി വെട്ടിക്കട്ടെ. ഓ ഉമ്മമാരെ, മക്കളുടെ മനസ്സിന് സന്തോഷം വരട്ടെ എന്ന് കരുതിയിട്ടോ ഹബീബായ തങ്ങൾ പൊരുത്തപ്പെടാത്ത കോലത്തിനു വേണ്ടി കാശ് കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ ഈമാൻ പരിപൂർണമല്ല. ഈമാനിന് കമാലിയത്ത് ലഭിച്ചിട്ടില്ല. ഇന്ന് ചെറിയ പ്രായമുള്ള കുട്ടികളുടെ മുടി പോലും വെട്ടുന്നതോ അപ്പാച്ചി സ്റ്റൈലിലാണോ, ക്രോപ്പ് ചെയ്യുകയാണോ, അത് മുകളിൽ മാത്രം മുടി വെച്ചിട്ടോ സൈഡുകൾ വെട്ടുന്നു. ലഹാ റസൂലുള്ളാഹി അനിൽ ഖസഈ. മോനെ, ലോകത്തിലെ നേതാവ് വിരോധിച്ച വിഷയമല്ലേ മുടിയുടെ അല്പം ചെറുതാക്കി മറ്റു ഭാഗം വലുതാക്കി ഒരു ഭാഗം മാത്രം നീട്ടിയിട്ടോ അതിനെ കളറടിച്ച് അത് ഡ്രൈ ചെയ്തുകൊണ്ടോ മോഡലാക്കി നടക്കുന്ന മനുഷ്യ, അതിന് സമ്മതം കൊടുക്കുന്ന ഉപ്പ, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഉമ്മ. നമ്മൾ മദ്ഹുർ റസൂലിന്റെ വേദിയിൽ വന്ന് കണ്ണീരൊഴുക്കിയത് കൊണ്ട് മാത്രം റസൂലുള്ളാഹിനോടുള്ള സ്നേഹമാവുന്നില്ല. നമ്മൾ ഇവിടെ വന്നിട്ടോ അത് ആശ്ചര്യം കൊണ്ടത് മാത്രം സ്നേഹമാവുന്നില്ല. എങ്ങനെയാ റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടതോ? അത് ജീവിതം കൊണ്ടാണ് കേട്ടോ. മുടി വെട്ടിക്കുമ്പോ റസൂലുള്ളാഹിന്റെ പൊരുത്തമുള്ള മോഡലാവട്ടെ, ഡ്രസ് എടുക്കുമ്പോ റസൂലുള്ള ഇഷ്ടപ്പെടുന്ന മോഡലാവട്ടെ. ഉമ്മമാരെ, ഇന്ന് യുവതികൾ പർദ്ദ ധരിക്കാൻ വല്ലാതെ ട്രെൻഡ് കാണിക്കുന്ന സമയമല്ലേ? ഒരു കാലത്ത് ഉസ്താദുമാര് മുഴുവനോ പർദ്ദ ധരിക്കണമെന്ന് വയല് പറഞ്ഞപ്പോ അത് പഴഞ്ചനാളികളുടെ വേഷമല്ലയോ, അത് പ്രായം കൂടിയവരുടെ വേഷമല്ലയോ എന്ന് തിരിച്ചു ചോദിച്ച യുവതികളോ ഇന്ന് പർദ്ദയെടുക്കാൻ ധൃതി കാണിച്ച് നടക്കുന്ന സമയമാ. എന്തേ യുവതികൾക്ക് ഈമാൻ വന്നതാണോ? അല്ല, പർദ്ദയുടെ ഈമാൻ പോയതാണോ?
ചിന്തിക്കോ സഹോദരന്മാരെ, ഇന്ന് യുവതികൾ ധരിക്കുന്ന പർദ അത് ബോഡി ഷേപ്പിൽ ഇറങ്ങുന്ന പർദയല്ലേ, ബനിയൻ ക്ലോത്തിലെ പർദയല്ലേ? ശരീരത്തിലൂടെ എത്രത്തോളം ഒട്ടി നിൽക്കാൻ കഴിയുമോ അത്രത്തോളം ഒട്ടി നിൽക്കുന്ന രൂപത്തിലുള്ള ഡ്രസ്സല്ലയോ ധരിക്കുന്നതോ? മോളെ, ഇത് ഫാത്തിമ ബീവിയുടെ വേഷമല്ല, ഖദീജ ബീവിയുടെ വേഷമല്ല, നഫീസത്തുൽ മിസ്രിയെ കാണിച്ച വേഷമല്ല. താൻ വഫാത്തായാൽ തന്റെ കഫം പുടവയിൽ തന്നെ പൊതിഞ്ഞു കഴിഞ്ഞാൽ അന്യപുരുഷന്മാരെ എന്നെ കഫം പുടവയിൽ പൊതിഞ്ഞത് കണ്ടിട്ടോ എന്റെ ശരീരത്തിന്റെ വണ്ണം മനസ്സിലാക്കി പോകുമല്ലോ എന്ന് കരുതിയിട്ട് ജീവിതത്തിന്റെ അവസാന ശ്വാസം വലിക്കുമ്പോ കരഞ്ഞ മഹതിയായ ബീവി ഫാത്തിമ, എന്നെ രാത്രിയിലെ മറവ് ചെയ്യാവുന്ന വസിയത്ത് ചെയ്ത ബീവി ഫാത്തിമ, എന്നെ മൂടിയുള്ള കട്ടിലല്ലാതെ കൊണ്ടുപോകരുതെന്ന് ലോകത്തോട് പഠിപ്പിച്ച ബീവി ഫാത്തിമ. ആ ഫാത്തിമ ബീവി ശ്രദ്ധിക്കുന്ന, ആ ഫാത്തിമ ബീവിയെ അനുകരിക്കുന്ന, ഫാത്തിമ ബീവിയെ റോൾ മോഡലാക്കി എടുക്കുന്ന രൂപത്തിലല്ലേ യുവതികളെ നമ്മൾ മാറേണ്ടത്. അല്ലാതെ ജീവിതം റസൂലുള്ളാഹിക്കെതിരെ പറയുന്നതോ റസൂലുള്ളാഹിന്റെ മഹത്വം, കേൾക്കുന്നതോ റസൂലുള്ളാഹിന്റെ മഹത്വം, ചെല്ലുന്നത് സ്വലാത്താ, ലെഗിൻസ് എന്ന് പറയുന്ന റസൂലുള്ള പൊരുത്തപ്പെടാത്ത ഡ്രസ്സുമിട്ടാ ചെല്ലുന്നതോ, അതുപോലെ ലോൺ എടുത്ത് വീട്ടിൽ വെച്ചാ ദിക്ർ ഹൽക്ക് നടത്തുന്നതോ. മോനെ, ഇതൊന്നും ഹബീബ് പൊരുത്തപ്പെടൂല, ഹബീബ് ഇഷ്ടപ്പെടൂല. സ്വന്തം മക്കള് പോയാലും ഹബീബായ തങ്ങളുടെ സൽക്കാരം മുടങ്ങരുതെന്ന് ലോകത്തോട് പഠിപ്പിച്ച മഹദിയായ ജാബിർ തങ്ങളുടെ ഭാര്യ, ആ ഭാര്യയെ പോലെ റസൂലുള്ളാഹിനെ ഹുബ്ബ് വെക്കണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ സ്വന്തം മക്കളെക്കാളും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് സാധിക്കുമോ? ഒരു വേള നമ്മൾ ചിന്തിച്ചിരിക്കാം. ഉദാഹരണമാ ധാരാളം പറയാനുണ്ട്. മക്കളെക്കാളും റസൂലുള്ളാഹിനെ തെരഞ്ഞെടുത്ത സ്വഹാബത്തിന്റെ ചരിത്രം ഡസൻ കണക്കിന് നമുക്ക് പറയാനുണ്ട്. പക്ഷേ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം പരാമർശിക്കുന്നില്ല. ഇനിയോ വരട്ടെ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, ഇത് സാധാരണ ആളുകളുടെ പേരല്ല ഞാനിവിടെ പറയുന്നത്. അബൂബക്കർ, ഇങ്ങനെയുള്ള സാധാരണ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ പേരല്ല ഞാൻ പറയുന്നത്. മറിച്ചോ ഹബീബായ തങ്ങളെ കണ്ട ആളുകളുടെ പേരാ. റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് അല്ലാഹ് പറഞ്ഞ ആളുകളാ. അവരെ പേര് കേൾക്കുമ്പോ മുഅ്മിനീങ്ങൾ നല്ല റാഹത്തോടെ റളിയല്ലാഹു അൻഹു നിങ്ങളൊക്കെ ചെല്ലുന്നുണ്ട്. എന്നാൽ ചെല്ലുന്നത് ഉറക്കയായാൽ നമ്മുടെ മജ്ലിസിന് അത് വലിയ റാഹത്താണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, ആ സഅദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പോറ്റി വലുതാക്കിയത് ഉമ്മയാണ്. ഉമ്മ വല്ലാതെ അധ്വാനിച്ച് പോറ്റി വളർത്തിയതാണ് സഅദ് റളിയല്ലാഹു അൻഹുവിനെ. പക്ഷേ ആ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. സഅദ് തങ്ങളും അന്ന് ഇസ്ലാമിന്റെ ആളായിരുന്നില്ല. ഉമ്മാക്ക് വല്ലാത്ത സ്നേഹമാണ് സഅദ് തങ്ങളോട്. സഅദ് തങ്ങൾക്കോ ഉമ്മാനോടും വലിയ ഇഷ്ടം തന്നെയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അതേ റസൂലുള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. റസൂലുള്ളാഹിനെ നന്നായി പഠിക്കുകയാണ്, ഉൾക്കൊള്ളുകയാണ്. അവിടുന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സവിധത്തിലേക്ക് ചെന്ന് ഇസ്ലാം അങ്ങ് സ്വീകരിക്കുന്നു. സഅദ് തങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നു. ഈ വിവരമതാ ആരോ ചെന്നുകൊണ്ട് സഅദ് തങ്ങളുടെ ഉമ്മയോട് പറയുകയാണ്. ആ ഉമ്മയോട് പറയുന്നു, അല്ലയോ ഉമ്മ, അങ്ങ് വല്ലാതെ സ്നേഹിച്ച് താലോലിച്ച് അധ്വാനിച്ച് വളർത്തിയ മോനല്ലയോ സഅദ്.
എന്നാൽ ആ സഅദ് മുഹമ്മദിന്റെ ദീന് വിശ്വസിച്ചു എന്ന വാർത്ത നിങ്ങൾ കേട്ടോ? സഅദ് തങ്ങളുടെ ഉമ്മയെ വിഷയം കേട്ടപ്പോ വല്ലാതെ അങ്ങ് തളർന്നു പോവുകയാണ്. എന്തേ കാരണം? അതേ സഅദ് തങ്ങളുടെ ഉമ്മയും പൂർവ്വപിതാക്കന്മാരും ഇന്നേ വരെ ആരാധിച്ചിരുന്ന ലാത്തയും ഉസ്സയും മനാത്തയുമാകുന്ന ദൈവങ്ങൾ, ആ ദൈവങ്ങളൊന്നും യഥാർത്ഥത്തിൽ ആരാധനയ്ക്ക് അർഹതയില്ലാത്ത ദൈവങ്ങളാണ്, ആരാധനയ്ക്ക് അർഹതയില്ലാത്ത വിഷയങ്ങളാണ്. ഇത് ലോകത്തോട് പരസ്യമായി പ്രഖ്യാപിച്ച ആളല്ലയോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ സഅദ് തങ്ങൾ വിശ്വസിച്ചു എന്ന വാർത്തയല്ലയോ സഅദ് തങ്ങളുടെ ഉമ്മ കേൾക്കുന്നതോ? അവിടുന്ന് താ മോനാകുന്ന സഅദ് തങ്ങൾ വരുന്നതും കാത്തിരിക്കുന്നു. സഅദ് തങ്ങളെ വീട്ടിലേക്ക് അങ്ങ് വരുന്നു. പൊന്നാര ഉമ്മ സഅദ് തങ്ങളോട് ചോദിക്കുകയാണ്, ഓ സഅദേ, നിന്നെ കുറിച്ച് ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വിഷയമാ ഞാനിന്ന് കേട്ടതോ? ഞാൻ ഒരിക്കലും പൊരുത്തപ്പെടാത്ത വിഷയമല്ലയോ മോനെ നീ ചെയ്തത്? എന്തേ ഉമ്മ നിങ്ങൾക്ക് പൊരുത്തപ്പെടാത്ത വിഷയം ഞാൻ ചെയ്തതോ? അവിടുന്ന് സഅദ് തങ്ങളുടെ ഉമ്മ ചോദിക്കുകയാ, അല്ലയോ സഅദേ, നീ നമ്മുടെ പിതാക്കന്മാരും നമ്മളെല്ലാവരും ഇന്നേ വരെ വളരെ ആദരവോടെ ബഹുമാനത്തോടെ ആരാധിച്ചിരുന്ന ലാത്തയും ഉസ്സയും മനാത്തയുമാകുന്ന നമ്മുടെ ദൈവങ്ങൾ, ആ ദൈവങ്ങളെയൊന്നും ആരാധിക്കാൻ പാടില്ലയെന്നോ പരസ്യമായി പറയുന്ന മുഹമ്മദിനെ നീ വിശ്വസിച്ചോ സഅദേ? മഹാനായ സഅദ് തങ്ങൾ പറയുന്നു, ഉമ്മ, നിങ്ങൾ കേട്ട വാർത്ത ശരി തന്നെയാണോ? ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നിട്ടുണ്ടോ? മുഹമ്മദ് നബിയെ കണ്ടിട്ടുണ്ടോ? അവിടുത്തെ സന്നിധിയിൽ വെച്ചോ സത്യസാക്ഷ്യമായ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് ഇത് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് ഉച്ചരിച്ചിട്ടാ ഞാൻ വരുന്നതോ? ഇതങ്ങ് പറഞ്ഞപ്പോ ആ ഉമ്മ സഅദ് തങ്ങളോട് പറയുകയാ, മോനെ സഅദേ, നല്ല ഇന്ന് വരെ വല്ലാതെ അധ്വാനിച്ചിട്ടല്ലയോ ഉമ്മ പോറ്റിയതോ? നല്ല 9 മാസവും 10 ദിവസവും വല്ലാതെ കഷ്ടപ്പെട്ടു, വല്ലാതെ വേദന അനുഭവിച്ചിട്ടല്ലയോ ഉമ്മ പ്രസവിച്ചതോ? നിനക്ക് വേണ്ട എല്ലാം ഈ ഉമ്മ തന്നിട്ടില്ലയോ? നിന്റെ സന്തോഷമല്ലടാ സഅദേ എന്റെ സന്തോഷം, നിന്റെ ദുഃഖമല്ലടാ സഅദേ എന്റെ ദുഃഖം. എന്നിട്ട് നീ ഞാനും നമ്മളെല്ലാവരും ഇന്നേ വരെ ആരാധിച്ച ദൈവങ്ങൾ മുഴുവനും പിൻകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചിട്ടോ മുഹമ്മദിന്റെ കൂടെ കൂടെയോ? ഉമ്മ പൊരുത്തപ്പെടൂല, ഉമ്മക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് സഅദേ, എനിക്ക് രണ്ടിലും നീ സമയത്ത് അറിയണോ? എന്താണ് ആ ഉമ്മ ഭീഷണിയുടെ സ്വരത്തിൽ പറയുന്നതെന്നറിയുമോ? എടാ സഅദേ, നിന്നെ ഇന്നേ വരെ പോറ്റി വളർത്തിയ ഉമ്മയാണോ നിനക്ക് വലുത്, അല്ല മുഹമ്മദാണോ? ഈ ഉമ്മക്ക് ഇപ്പൊ അത് അറിയണമെന്നത് അതേ ഭീഷണിയുടെ സ്വരത്തിലോ വേദനയോട് ആ ഉമ്മ അങ്ങ് പറയുകയാ. എന്നിട്ട് ആ ഉമ്മ പറയുന്നു, എടാ സഅദേ, നിനക്ക് ഉമ്മയാണോ വലുത്? ലതദഅല്ല ദീനക, നീ ആ ദീനിനെ ഉപേക്ഷിക്കണം കേട്ടോ. ഉമ്മാനോടാണ് നിന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത
വല്ലാത്ത സ്നേഹമുള്ളതെങ്കിലോ ഉമ്മാക്ക് മോനാദീനിൽ ജീവിക്കുന്നത് ഇഷ്ടമില്ല. ആ ദീനിനെ അങ്ങ് വലിച്ചെറിയണേ. അല്ലേ ഉമ്മയെക്കാളും നിനക്ക് വേണ്ടത് മുഹമ്മദാണോ? ആ ഉമ്മ പറയുന്നു ലാ ആകിലു വലാ അശ്റബു ഹത്താ അമൂത്. മോനെ സഹദേ, നിനക്കൊന്ന് കേൾക്കണോ? എന്നെക്കാളും വലുത് നിനക്ക് മുഹമ്മദാണോ? ഞാനിനി ഒരു തരി ഭക്ഷണം കഴിക്കൂല, ഒരു തുള്ളി വെള്ളം കുടിക്കൂല. മോനെ, നിന്നെ പോറ്റി വലുതാക്കിയ നിന്റെ ഉമ്മ ഒരു തരി ഭക്ഷണം പോലും കഴിക്കാതെ നിന്റെ മുന്നിൽ പട്ടിണി കിടന്നങ്ങ് മരിച്ചു കളയും കേട്ടോ. ഉമ്മാന്റെ ജീവൻ വേണോ? നീ മുഹമ്മദിന്റെ മതത്തെ ഒഴിവാക്കണേ, അല്ലെങ്കിൽ ഉമ്മ ജീവനങ്ങ് ത്യജിച്ചു കളയുമെന്നോ സ്നേഹനിധിയായ മകന്റെ മുന്നിൽ അങ്ങ് പറയുകയാണോ? മഹാനായ സയ്യിദ് തങ്ങളൊന്നും തന്നെ പറയുന്നില്ല. ഒന്നാമത്തെ ദിവസം അങ്ങ് കഴിയുന്നു. സയ്യിദ് തങ്ങളുടെ ഉമ്മ ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. 2 ദിവസം കഴിഞ്ഞു, ഉമ്മ പട്ടിണിയിലാണ്, തളർന്നിരിക്കുന്നു. 3ാമത്തെ ദിവസം വന്നു, ഉമ്മ ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. ഉമ്മ ആകെ തളർന്നു പോയിട്ടുള്ളൂ. 3 ദിവസമായല്ലോ. ഒരു തുള്ളി വെള്ളം അകത്തേക്ക് ചെന്നിട്ടോ ഒരു ചെറിയ ഭക്ഷണത്തിന്റെ കണിക പോലും ചെന്നിട്ടില്ലല്ലോ. വല്ലാതെ തളർന്ന് മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുന്ന ഉമ്മ. ആ ഉമ്മാനോട് സയ്യിദ് തങ്ങൾ 3ാമത്തെ ദിവസം ചെന്നങ്ങ് പറയുകയാ, ഓ ഉമ്മ, ഞാൻ മുഹമ്മദ് നബിയുടെ മതത്തിൽ നിന്ന് പിന്മാറുമെന്ന് കരുതിയിട്ടല്ലേ നിങ്ങളിങ്ങനെ പട്ടിണി കിടക്കുന്നതോ? എന്നാൽ ഉമ്മ അറിഞ്ഞോളൂ, വല്ലാഹി വല്ലാഹി ലൗ കാനത് ലകി മിഅതു നഫ്സി വഖറജത് നഫ്സൻ നഫ്സാ. ഉമ്മ, നിങ്ങൾക്ക് ഇപ്പൊ പട്ടിണി കിടന്ന് മരിക്കാൻ ഒരു ശരീരമല്ലേ അള്ളാഹു തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് 100 ശരീരമല്ല തന്നിരുന്നെങ്കിലോ അതിൽ ഓരോന്നും പട്ടിണി കിടന്നിങ്ങനെ മരിക്കുകയാ. എന്നാലും 100 തവണ നിങ്ങൾ മരിച്ചാലോ അതേ സയ്യിദ് തങ്ങൾ പറയുന്നു, മാ തറക്തു ദീനി ഹദാ. ഉമ്മ, ഞാനീ മതം വിടൂല, ഞാൻ റസൂലുള്ളാഹിനെ ഒഴിവാക്കൂല. നിങ്ങൾ മരിച്ചാലും ലോകത്തിലെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ ഞാൻ ഒഴിവാക്കൂല. അതുകൊണ്ട് ഫകുലി വശ്റബി. ഉമ്മ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിച്ചോളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചോളൂ. ഈ പൊന്നുമോനായ സഹദ് റസൂലുള്ളാഹിനെ ഉപേക്ഷിക്കുമെന്ന് കരുതി പട്ടിണി കിടക്കുകയാണെങ്കിലോ നിങ്ങൾ മരിക്കലല്ലാതെ ഈ സഹദ് പിന്മാറൂല. അത് ഉമ്മ പോയാലോ റസൂലുള്ള മതിയെന്ന ലോകത്തിന് കാണിച്ചു തന്ന നേതാവാ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു. ഇത് തന്നെ ആ ഹബീബായ തങ്ങളും പഠിപ്പിച്ചത്. മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മക്കള് മരണപ്പെട്ടാലും റസൂലുള്ളാഹിന്റെ സൽക്കാരം മുടങ്ങരുത്. ഉമ്മ മരണപ്പെട്ടാലും റസൂലുള്ളാഹിനെ വിട്ടുപോരൂല. ഇനിയോ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സ്വന്തം പിതാവിന്റെ തല അറുത്തുകൊണ്ടുവന്ന സ്വഹാബിയാണ്. സുബ്ഹാനല്ലാഹ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വലിയ മുഹിബ്ബാൻ, റസൂലുള്ളാഹിനെ വല്ലാതെ സ്നേഹിക്കുന്ന സ്വഹാബിയാണ്. അബൂ ഉബൈദ തങ്ങൾ അടങ്ങുന്ന സ്വഹാബത്ത്
റസൂലുള്ളാഹിന്റെ സവിധത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പയാണ് അബൂ ഉബൈദ തങ്ങളുടെ പിതാവായ ജറാഹ് റസൂലുള്ളാഹിന്റെ കഠിന ശത്രുവാൻ, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, റസൂലുള്ളാഹിനെ വല്ലാതെ വിമർശിക്കുന്ന ആളാണ്. ആ ജറാഹ് അങ്ങ് കടന്നു വരുന്നു, റസൂലുള്ളാഹിനെ വല്ലാതെ അങ്ങ് ആക്ഷേപിക്കുന്നു. റസൂലുള്ളാഹിനെ വല്ലാതെ ആക്ഷേപിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ മുഹമ്മദ്. ഇങ്ങനെയുള്ള രൂപത്തിൽ റസൂലുള്ളാഹിനെ വെല്ലുവിളിക്കാൻ തുടങ്ങുന്നു. അപ്പയാണ് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, സ്വന്തം പിതാവാണ് റസൂലുള്ളാഹിനെ വെല്ലുവിളിക്കുന്നത്. അബൂ ഉബൈദക്ക് സഹിക്കുന്നില്ല. പിതാവ് റസൂലുള്ളാഹിനെ വിമർശിക്കുന്നത് കണ്ടപ്പോ അവിടുന്ന് അബൂ ഉബൈദ വാളുമെടുത്ത് ചാടിയങ്ങ് എഴുന്നേൽക്കുന്നു. റസൂലുള്ളാഹി ഞങ്ങളെ പിടിച്ചങ്ങിരുത്തുന്നു. അബൂ ഉബൈദ, അത് നിന്റെ പിതാവാണല്ലോ, നിങ്ങളെ പിതാവിനോട് സംഘട്ടനം നടത്തണ്ട. അബൂ ഉബൈദ നിങ്ങൾ അവിടെ ഇരിക്കുകയാണ്. പിന്നീട് ആ ജറാഹ് വീണ്ടും റസൂലുള്ളാഹിനെ വിമർശിക്കാൻ തുടങ്ങുന്നു, റസൂലുള്ളാഹിനെ വെല്ലുവിളിക്കാൻ തുടങ്ങുന്നു. അപ്പയും അബൂ ഉബൈദ ചാടിയങ്ങ് എഴുന്നേൽക്കുന്നു, റസൂലുള്ളാഹി ഇരുത്തുന്നു. മൂന്നാമതും ജറാഹ് അങ്ങ് വിമർശിച്ചപ്പോ അബൂ ഉബൈദ തങ്ങൾക്ക് നിയന്ത്രണമില്ല, അവിടുത്തേക്ക് പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല. അവിടുന്ന് വാളുമെടുത്തു ഓടിയിട്ട് ജറാഹ് എന്ന പിതാവിന്റെ അടുക്കലേക്ക് അങ്ങ് ചെല്ലുന്നു. ഘോരമായ സംഘട്ടനം നടക്കുകയാ. പിതാവും മകനുമായുള്ള യുദ്ധമാ നടക്കുന്നത്. സ്വഹാബത്ത് ശ്വാസമടക്കി പിടിച്ചു നോക്കുന്നു. അവസാനമതാ ആരോ ഒരാളുടെ തലയങ്ങ് വെട്ടുകയാണ്. ജറാഹ് അബൂ ഉബൈദയുടെ തലയാണോ വെട്ടിയതോ, അല്ല അബൂ ഉബൈദ പിതാവിന്റെ തലയാണോ വെട്ടിയതോ? സ്വഹാബത്ത് ഒരു നിമിഷം സ്തംഭിച്ചങ്ങ് നോക്കി നിൽക്കുമ്പോ അബൂ ഉബൈദ തങ്ങളതാ പുഞ്ചിരിച്ച് റസൂലുള്ളാഹിന്റെ സവിധത്തിലേക്ക് അങ്ങ് വരുന്നു. എന്നിട്ട് പറയുന്നു, ഓ നബിയേ, അങ്ങ് വിമർശിച്ച പിതാവായ ജറാഹിന്റെ തല ഞാനങ്ങ് വെട്ടിയെടുത്തു നബിയേ. അങ്ങ് വിമർശിക്കുന്നൊരു പിതാവോ എനിക്ക് ആവശ്യമേ ഇല്ല. ഇതും പറഞ്ഞു റസൂലുള്ളാഹിനോടങ്ങ് സലാം പറഞ്ഞപ്പോ ആ ഹബീബായ തങ്ങൾ സലാം മടക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സലാം മടക്കാതെ മുഖമങ്ങ് തിരിച്ചത് കണ്ടപ്പോ അവിടുന്ന് അബൂ ഉബൈദയുടെ മനസ്സങ്ങ് പൊട്ടുന്നു, വിതുമ്പി അങ്ങ് കരയുന്നു. സ്വന്തം പിതാവിന്റെ തലയെറുക്കുമ്പോൾ പോലും അബൂ ഉബൈദയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടില്ല. എന്നാൽ റസൂലുള്ളാഹി സലാം മടക്കുന്നില്ല എന്ന് കണ്ടപ്പോ അബൂ ഉബൈദ നിയന്ത്രണം കിട്ടാതെ കരഞ്ഞു പോവുകയാ. പിന്നീട് ആയത്തങ്ങിറങ്ങുന്നു, റസൂലുള്ളാഹി സലാം മടക്കുകയാ. അതേ, പിതാവ് വേണ്ട, ഉമ്മ വേണ്ട, മക്കള് വേണ്ട, റസൂലുള്ളാഹിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന പിതാവാണോ? റസൂലുള്ളാഹിനെ ധിക്കരിക്കുന്ന ഉമ്മയാണോ? റസൂലുള്ളാഹിക്ക് വേണ്ടി മക്കളെ തന്നെ ത്യജിക്കേണ്ടതുണ്ടോ? യാതൊരു കുഴപ്പവുമില്ല. ഇതല്ലേ സ്വഹാബത്ത് ലോകത്ത് പഠിപ്പിച്ചതോ? അത് തന്നെ ആ ഖുർആനും വളരെ വ്യക്തമായി പറഞ്ഞതോ. ആമിനൂ കമാ ആമനന്നാസ്. എങ്ങനെയാ അല്ലാഹുവിന്റെ റസൂലിനെ ഉൾക്കൊള്ളേണ്ടതെന്നറിയുമോ? ന്യായം നോക്കിയിട്ടല്ല, യുക്തി നോക്കിയിട്ടല്ല, നിന്റെ ചിന്തക്ക് ദഹിക്കുന്നുണ്ടോ എന്നത് നോക്കിയല്ല, മറിച്ചോ കമാ ആമനന്നാസ്. സ്വഹാബത്ത് റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ടതുപോലെ, അല്ലാഹുവിനെ വിശ്വസിച്ചതുപോലെ, റസൂലുള്ളാഹിനെ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന്